ഹായ് ഓൾ. ഈ ക്രിസ്മസിന് നമ്മുടെ മലയാളത്തിൽ നിന്ന് വന്ന രണ്ട് സിനിമകളാണ് മാർക്കോ ആൻഡ് റൈഫിൾ ക്ലബ്. ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഫാമിലിയോടൊപ്പം ഒരു സിനിമ കാണണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും എന്തായാലും. അല്ലെങ്കിൽ ഇനി അടുത്ത ആഴ്ച വരാൻ പോകുന്ന ബറോസിനായി കാത്തിരിക്കേണ്ടി വരും. കാരണം അങ്ങനത്തെ രണ്ട് സിനിമകളാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന മാർക്കോ ആൻഡ് റൈഫിൾ ക്ലബ്. ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വയലൻറ്റ് ആക്ഷൻ ഫിലിം ഈ ഒരു ലേബലിൽ പുറത്തിറങ്ങിയ സിനിമയാണ് മാർക്കോ. അതുകൊണ്ട് തന്നെ അല്പം മനക്കട്ടി കുറവുള്ള ആരും തന്നെ ആ സിനിമയുടെ പരിസരത്തേക്ക് പോകേണ്ട കാര്യമില്ല. അവർ പ്രൊമോഷനായിട്ട് ഉപയോഗിച്ച ടാഗ്ലൈനോട് 100% നീതി പുലർത്തുന്ന സിനിമയാണ് മാർക്കോ. വയലൻസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല അമ്മാതിരി കട്ട വയലൻസ് ആണ്. വയലൻസിനും അപ്പുറം കുറേ ഡിസ്റ്റർബിങ് സീൻസ് സിനിമയിൽ ഇഷ്ടം പോലെയുണ്ട്. ഒരു സ്ലാഷർ ജോണറിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണിത്. എൻ്റെ ഒരു ഫ്രണ്ട് ഈ സിനിമ കണ്ടിട്ട് ഗ്രൂപ്പിൽ ഇടുകയുണ്ടായി. ഞാൻ ഈ സിനിമ കണ്ടിട്ട് രാത്രി പോയി വോമിറ്റ് ചെയ്തു വന്ന്. അത്രയ്ക്ക് ഇൻറ്റൻസിറ്റി ഉള്ള സീനുകളാണ് ഈ സിനിമയിലുള്ളത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഏരിയയാണ് ആക്ഷൻ സീനുകൾ. ഈ സിനിമയിലെ ആക്ഷൻ കൊറിയോഗ്രാഫി എല്ലാം ടോപ്പ് നോച്ച് ആയിരുന്നു. എടുത്തു പറയേണ്ടത് ഇൻ്റർവൽ കഴിഞ്ഞിട്ട് ഒരു സ്റ്റെയർ കേസ് ഫൈറ്റ് ഉണ്ട്. നമ്മൾ കൊറിയൻ മൂവീസിലും ഹോളിവുഡിലെല്ലാം കണ്ട് ശീലിച്ച അതേ ഫോർമാറ്റിലുള്ള ഒരു സ്റ്റെയർ കേസ് ഫൈറ്റ്. ഒരു സിംഗിൾ ഷോട്ട് എന്ന് തോന്നിക്കും രീതിയിൽ, എന്നാൽ ഇടയിൽ പല കട്ടുകളുള്ള ഒരു സീനാണത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയി വളരെ റോ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ആ സീൻ. പേഴ്സണൽ ലൈഫിലെ പൊളിറ്റിക്സ് കൊണ്ട് ഉണ്ണിമുത്തിന് കുറേ ഹേറ്റേഴ്സ് ഉണ്ടെങ്കിലും ഈ സിനിമയിൽ അദ്ദേഹത്തിന് 100% എഫേർട്ട് എടുത്തിട്ടുണ്ട്. സിനിമയിൽ അദ്ദേഹം പക്കയായിരുന്നു. ആ ഒരു ലുക്കും ആ ഒരു ആറ്റിറ്റ്യൂഡും എല്ലാം നല്ല മാസ് അപ്പീൽ തോന്നിച്ച്. പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിലും അദ്ദേഹം അത് ഓക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ പോയി കൂട്ടുകാർക്കൊപ്പം നല്ല കുറേ ആക്ഷൻ സീനുകളുള്ള ഒരു സിനിമയും അത്യാവശ്യം ചോരയൊക്കെ തെറിക്കുന്ന നല്ല വയലൻറ്റ് മൂവിയും കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ സിനിമ എന്തായാലും അവിടെ പോയി കാണാം. നല്ലൊരു ഓളത്തിന് കാണാൻ പറ്റിയ സിനിമയാണത്. സിനിമയുടെ പോസിറ്റീവ് പോലെ തന്നെ നെഗറ്റീവ് സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ സിനിമയുടെ സ്റ്റോറി നല്ല വീക്കാണ്. ഹനീഫ് അദീനി സിനിമകൾ നമ്മൾ കാണുന്ന പോലെ തന്നെ സ്റ്റോറിയും സ്ക്രീൻ പ്ലേ ഒന്നും അത്രയ്ക്കൊരു പവർഫുൾ അല്ല. കുറച്ചും കൂടി എലിവേറ്റഡ് സീൻസ് ആഡ് ചെയ്യാൻ പറ്റിയ നല്ല മുഹൂർത്തങ്ങളുണ്ടായിരുന്നു സിനിമയിൽ. പക്ഷെ അതെല്ലാം അവർ മിസ്സാക്കി. അതുകൊണ്ട് തന്നെ സിനിമയിൽ അത്യാവശ്യം നല്ല ആക്ഷൻ സീൻസുകൾ ഉണ്ടെങ്കിലും അതിൽ നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ അല്പം നിർവികാരമായിട്ട് കാണേണ്ട ഒരു അവസ്ഥയായിരുന്നു. അത് ഈ ഒരു എലിവേറ്റഡ് സീൻസിൻ്റെ മിസ്സിംഗ് കാരണം വന്നതാണ്. പിന്നെ ഇവിടെ നായകൻ്റെ ഇൻട്രോയ്ക്ക് മുമ്പ് നായകനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ സീനുകളുണ്ട്. ഈ ചെറിയ പിള്ളേരെ കൊണ്ട് നായകൻ വലിയ സംഭവമാണ്, നായകൻ ഒരു ഹീറോ ആണ് എന്നൊക്കെ പറയിപ്പിക്കുക. അത് വളരെ ക്രിഞ്ചായിരുന്നു സത്യം പറഞ്ഞാൽ. ആ സിനിമ അതുവരെ സെറ്റ് ചെയ്തെടുത്തൊരു മൂഡ് കളയുന്ന രീതിയായിരുന്നു. പിന്നെ നായകൻ്റെ ഒരു മാസ് അപ്പീലും മാസ് ആറ്റിറ്റ്യൂഡും കാണിക്കാനായിട്ട് നായകൻ എപ്പോഴും സിഗാർ വലിച്ചുകൊണ്ട് നടക്കുന്ന സീനുകളുണ്ട്. അത് അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും റിപ്പീറ്റായിട്ട് വരുമ്പോൾ കുറച്ചൊരു അരോചകമായി തോന്നും. പിന്നെ സിനിമയുടെ ഏറ്റവും വലിയൊരു പോരായ്മ എനിക്ക് തോന്നിയത് സിനിമയിലൊട്ടും നമുക്ക് ഇമോഷണൽ കണക്ഷൻ കിട്ടുന്നില്ല. നമ്മളെ ഒട്ടും ഇമോഷണലി കണക്റ്റ് ആക്കുന്നില്ല ഈ സിനിമ. അതിൻ്റെ പ്രധാന കാരണം ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ തമ്മിൽ നമുക്കൊരു ബന്ധം, ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും മരിച്ചാലും നമുക്കൊട്ടും ഫീൽ ആവില്ല അത്. പിന്നെ ഈ ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യാനായിട്ട് ക്ലൈമാക്സിന് ഒരു 30 മിനിറ്റ് മുമ്പ് ഒരു സീനുണ്ട്. ആ ഒരു സീൻ വയലൻസ് എന്നൊക്കെ പറഞ്ഞ അങ്ങേയറ്റമാണ്. പക്ഷെ പേഴ്സണലി എനിക്ക് ആ സീൻ കുറച്ച് എക്സ്ട്രീമായിട്ട് തോന്നി. ആ ഒരു ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യാൻ ഈ നമ്മുടെ പ്രേക്ഷകരുടെ ആസ്വാദന നിലവാരം മുതലെടുത്ത് ഇവിടെ മലയാളത്തിൽ ഈ വയലൻസ് നിറഞ്ഞ ഒരു ആക്ഷൻ ഫിലിം വരുന്നത് വളരെ റെയറാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം മുതലെടുത്ത് അത്യാവശ്യം നല്ലൊരു വയലൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു അവിടെ. പക്ഷെ അവിടെ അവർ യൂസ് ചെയ്തത് ഈ പിള്ളേരെ വെച്ചുള്ള സീൻസാണ്. ആ സീനുകൾ എനിക്ക് അത്രയ്ക്ക് ഇമ്പ്രസീവായി തോന്നിയില്ല. കാരണം ഈ കുട്ടികൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അറ്റാച്ച്മെൻറ്റ് വരും. ഈ ഒരു മൈൻഡ് സെറ്റ് വെച്ചാണ് അവരിത് ഷൂട്ട് ചെയ്തത്. ഇതേ രീതിയിലുള്ള ആ ഒരു ശ്രമമാണ് നമ്മൾ RDX എന്ന ഫിലിമിലും കണ്ടത്. പക്ഷെ അതിലത് ഓക്കെ ആയിരുന്നു. വയലൻസിൻ്റെ അങ്ങേയറ്റം എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും മലയാളത്തിൽ വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു സിനിമയാണ് മാർക്കോ. പറ്റാവുന്നവർ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ആഷിഖ് അബു ഇദ്ദേഹം മലയാളം ഇൻഡസ്ട്രിയിൽ കടന്നു വന്നപ്പോൾ നമ്മൾ വളരെ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് നോക്കി വെച്ചൊരു സംവിധായകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് എന്ന് വേണമെങ്കിൽ നമുക്ക് റൈഫിൾ ക്ലബിനെ വിശേഷിപ്പിക്കാം. പടം ആദ്യം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് സെറ്റ് ചെയ്യുന്നൊരു മൂഡുണ്ട്. ആ ഒരു മൂഡിലെ വൈബായിട്ട് നമുക്ക് ആ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പടം പിന്നെ നമുക്കൊന്നും നോക്കാതെ ഒരു ടെൻഷനുമില്ലാതെ ആസ്വദിക്കാം. അങ്ങനത്തെ ഒരു വൈബ് പടമാണ് റൈഫിൾ ക്ലബ്. അങ്ങനെ എടുത്തു പറയാൻ ഒരു പ്രധാന നായകനില്ലെങ്കിലും ഒരുപാട് സീനിയർ താരങ്ങൾ ചേർന്നൊരു സിനിമയാണ് റൈഫിൾ ക്ലബ്. നമുക്കറിയാം ഈ മൂഡിലുള്ള പടത്തിൽ കഥയൊന്നും അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ആ ഒരു വൈബിനൊപ്പം പോകുക, സിനിമ അങ്ങനെ ആസ്വദിക്കുക. പക്ഷെ എന്നാലും സിനിമയ്ക്ക് എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു മിസ്സിങ് ഉണ്ട്. കുറേ ഹൈ മൊമെൻറ്റ്സ് ഉണ്ടെങ്കിലും പെട്ടെന്ന് പടം സ്ലോ ട്രാക്കിലേക്ക് പോകും. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് അതുവരെ ക്രിയേറ്റ് ചെയ്ത ഒരു ബിൽഡപ്പ് പെട്ടെന്ന് പോകും. പിന്നെ വീണ്ടും ഒരു ഹൈ മൊമെൻറ്റ് വരും, വീണ്ടും സ്ലോയിലേക്ക് പോകും. ആ ഒരു മേക്കിംഗ് രീതി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വേറൊരു കാര്യം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ സിനിമ ഒരു ഒട്ടും ടെൻഷൻ ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. അതിന് കാരണം ഇവിടെ വില്ലന്മാർ ഒട്ടും പവർഫുൾ അല്ല. അതൊരു നെഗറ്റീവായിട്ട് വേണമെങ്കിലും പറയാം. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സിനിമ വൺ സൈഡഡ് ആയിപ്പോയി. വില്ലന് ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇതെല്ലാം മാറ്റി നിർത്തിയാൽ അത്യാവശ്യം ആസ്വദിക്കാൻ പറ്റുന്നൊരു സിനിമയാണ് റൈഫിൾ ക്ലബ്. ഈ ക്രിസ്മസിന് റിലീസായ 2 ആക്ഷൻ പടങ്ങളും കണ്ടൊരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ പറയാം. ഇവിടെ മാർക്കോ എന്ന സിനിമയിൽ മിസ്സിംഗ് ആയ സംഭവങ്ങളെല്ലാം റൈഫിൾ ക്ലബ് എന്ന സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും.
ഈ റൈഫിൾ ക്ലബ്ബിലെ ക്യാരക്ടേഴ്സിനോടെല്ലാം നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് തോന്നും. ആ ഒരു അറ്റാച്ച്മെൻറ്റ് മാർക്കോയിൽ അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, മാർക്കോയിൽ വില്ലൻ കഥാപാത്രം ചെയ്ത ജഗദീഷ് അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്തെങ്കിലും ആ ഒരു ക്യാരക്ടർ ആ സിനിമയിൽ ചേരാത്ത പോലെ തോന്നി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ റൈഫിൾ ക്ലബ്ബിലെ വില്ലന്മാരെ എടുത്ത് മാർക്കോ സിനിമയിൽ പ്ലേസ് ചെയ്തിരുന്നെങ്കിൽ ആ സിനിമ കുറച്ചും കൂടി വേറെ ലെവലിൽ പോയേനെ. റൈഫിൾ ക്ലബ്ബ് സിനിമയിൽ അനുരാഗ് കശ്യപ്പും നമ്മുടെ ഹനുമാൻ കൈൻഡുമാണ് വില്ലന്മാരായിട്ട് വരുന്നത്. അവർ തമ്മിലുള്ള ബോണ്ടും ആ ഒരു കണക്ഷനും എല്ലാം നല്ല പക്കയായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കണക്ഷനാണ് മാർക്കോയിൽ മിസ്സിംഗ് ആയത്. ഈ ഒരു പ്രശ്നം പരിഹരിച്ചെങ്കിൽ സിനിമ വേറെ ലെവലായേനെ. എന്തായാലും നിങ്ങൾ രണ്ട് സിനിമയും തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.